നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രം. ഈ കേസിലെ ആദ്യത്തെ കുറ്റപത്രമാണിത്. സോണിയാഗാന്ധിയെ ഒന്നാം പ്രതിയാക്കിയും രാഹുൽ ഗാന്ധിയെ രണ്ടാം പ്രതിയുമാക്കിയുമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഈ മാസം 25-ന് കേസ് പരിഗണിക്കും. കേസിലൂടെ കോൺഗ്രസിനെ നിശബ്ദമാക്കാൻ കഴിയില്ല എന്ന ജയറാം രമേശിന്റെ പ്രതികരണം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് പി ബസന്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലാക്കുന്ന കുറ്റപത്രമാണ്. എന്താണ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രതികരണം? ഇനി തുടർ നടപടികൾ എങ്ങനെയായിരിക്കും കേസിൽ? നാഷണൽ ഹെറാൾഡ് കേസിലെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട ഇടപാടിലാണ് ഇപ്പോൾ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ഇന്ന് റൌസ് അവന്യൂ കോടതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം നേരിട്ട് സമർപ്പിച്ചിട്ടുള്ളത്. കള്ളപ്പണം തടയൽ നിയമത്തിന്റെ 44, 45 വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, അതോടൊപ്പം കോൺഗ്രസിന്റെ ഓവർസീസ് കോൺഗ്രസ് അധ്യക്ഷൻ സാം പിട്രോഡ, രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ സുമൻ ദുബെ എന്നിവരെ പ്രതി ചേർത്തുള്ള കുറ്റപത്രം നൽകിയിരിക്കുന്നത്. 25-ന് കേസ് വീണ്ടും പരിഗണിക്കും എന്നാണ് ഇപ്പോൾ അഡീഷണൽ സെഷൻ ജഡ്ജ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഇത് പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ തെളിവ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസിനെ ഇതിലൂടെ നിശബ്ദരാക്കാൻ കഴിയില്ല എന്നാണ് പാർട്ടി വക്താവ് ജയറാം രമേശ് അല്പസമയം മുമ്പ് പറഞ്ഞത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും പ്രതിരോധത്തിലാക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതുമായി നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് നേരത്തെ BJP നേതാവ് സുബ്രഹ്മണ്യ സ്വാമി നൽകിയ ഒരു സ്വകാര്യ ക്രിമിനൽ അന്യായം, ആ കേസിൽ 2015-ൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ ജാമ്യം എടുത്തിരുന്നു. ആ ജാമ്യത്തിലാണ് ഇപ്പോഴും അവരുള്ളത്. അതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തിന്റെ വിവരങ്ങൾ നൽകിയത്.